ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സാധാരണ ലോങ് ബ്ലൗസാണ്. അളവ് ബ്ലൗസിൽ നിന്നും എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്നും തുണി കട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മൾക്ക് ഇതാണ്ട വീഡിയോയിലോട്ട് പോകാം. ബാക്ക് പീസിൻ്റെ വണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒന്നിച്ചെടുക്കാം. വണ്ണം എടുക്കണം. 21 ഇഞ്ച് വണ്ണമാണ് ഉള്ളത്. 21ൻ്റെ പകുതി എടുക്കണം. 10.5. 21ൻ്റെ പകുതി 10.5. 10.5 പ്ലസ് 1.5. നമുക്ക് ബുക്കിനകത്തോട്ട് അത് എഴുതിയെടുക്കാം. ചെസ്റ്റ് 10.5 പ്ലസ് 1.5. ഇനി ഇറക്കമാണ് എടുക്കേണ്ടത്. ഇറക്കം എടുക്കേണ്ടത് ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ടുള്ള ഇറക്കം എടുക്കണം. ഇത് പ്രായമായ ഉമ്മമാർ കൈലിയിലൂടെ ഒക്കെ ഉടുക്കുമല്ലോ, ആ ബ്ലൗസാണിത്. വീട്ടിൽ നൈറ്റി ഒന്നും ഇടാത്ത ഉമ്മമാരുണ്ടല്ലോ വീട്ടിൽ, അവർക്കുള്ള ബ്ലൗസ്. അതാണ്ട് 19.5 ഉണ്ട്. 19.5 പ്ലസ് 1.5 എടുക്കുക. 1.5 ഇച്ചിരി ഇറക്കം ഇരിക്കട്ടെ. മേളിൽ 1/2 ഇഞ്ച് പോകണം, അടിയിൽ 1 ഇഞ്ച്. അങ്ങനെ 19 ഇറക്കം ഫുൾ ലെങ്ത്. ഇനി നമ്മൾ എടുക്കേണ്ടത് സ്ലീവിൻ്റെ ഇറക്കമാണ്. അല്ലേ, സ്ലീവിൻ്റെ ഇറക്കം 15 പ്ലസ് 1.5 16. ബോട്ടം 5.5 പ്ലസ് 1.5. കാരണം തയ്യൽ തുമ്പാണ്, 5.5 വേണം. ഇതാണ്ട് ഈ കൈക്കുഴി നമ്മൾ തയ്ച്ചതിന് ശേഷം ഈ കൈക്കുഴി എത്ര വേണമെന്ന് നോക്കണം. ഉണ്ടോ, കൈക്കുഴി തയ്ച്ചതിന് ശേഷം 9 ഇഞ്ച് വരണം. ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുക്കണം. കൈക്കുഴി തയ്ച്ചതിന് ശേഷം വരേണ്ടത് 9 ഇഞ്ചാണ് വരുന്നത്. ആ 9 നമ്മൾ തയ്ക്കാൻ നേരത്ത് ഇവിടെ എഴുതിയേക്കണം. 9 ഇഞ്ച് വേണം. 9 5.5. മുൻകഴുത്ത് എടുക്കേണ്ടത് മുകളിലോട്ട് 1/2 ഇഞ്ച് കയറ്റി ഇട്ടിട്ട് നമുക്ക് എടുക്കണം. അപ്പോഴിതാ വരുന്നത് 4.5 ഇഞ്ച്. അത് കണ്ട 4.5 ഇഞ്ച് മുൻകഴുത്ത്. കണ്ട അവിടെ തന്നെ 1/2 ഇഞ്ച് മുകളിലോട്ട് പിൻകഴുത്ത് കൊടുക്കുക. അതാണ് കണ്ടോ, 2 ഇഞ്ച് പിൻകഴുത്ത്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വരും, ഇത് ഇവിടെ വരും. 4.5യും 2. മുൻകഴുത്ത് 4.5യും പിൻകഴുത്ത് 2. സൈഡ് കഴുത്ത് വേണ്ട, സൈഡ് കഴുത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് സൈഡ് കഴുത്ത് എടുക്കണം. ഒരു 3 ഇഞ്ചുണ്ട് സൈഡ് കഴുത്ത്. ഷോൾഡർ ഇങ്ങനെ നോക്കാം. നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കാം. ഇവിടെ 3 ഇഞ്ച് ഷോൾഡർ എടുക്കുമ്പോൾ 6.5 ഉണ്ട് ഷോൾഡർ. നമുക്ക് തുണി എടുത്ത് ഇടാം. ഇതാണ് തുണി. തിടുക. എപ്പോഴും നമ്മൾ ബ്ലൗസ് തയ്ക്കാൻ നേരത്ത് എത്ര മീറ്റർ തുണി ഉണ്ടെന്ന് ആദ്യം ഒന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് തുണി വെട്ടാം. കണ്ട, ഇതിപ്പം ഒരു 1.60 ഉണ്ട് ഈ തുണി. അതിനെ നമ്മൾ 2ആയിട്ട് മടക്കിയിടാം. നമുക്ക് വേണ്ട, ഞാൻ 12 ഇഞ്ച് വണ്ണം എടുത്തേക്കുക. വേണ്ട, ഇനി നമുക്ക് ഈ ഇറക്കം എടുക്കാം. ഇറക്കം എന്താ നമുക്ക് വേണ്ടത്? 19 പ്ലസ് 1.5 അടിയിൽ 1 ഇഞ്ച് മുകളിൽ. ഇനി ഇതേമാതിരി ഒരു പീസും കൂടെ ഇങ്ങോട്ട് എടുക്കാം. ഫ്രണ്ടും ബാക്കും വേണമല്ലോ. ബാക്ക് വേണ്ട, ഒന്നിച്ച് നമ്മൾ തുണിയെടുത്ത് ഇനി കട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് മുൻകഴുത്ത്, പിൻകഴുത്ത്, ഷോൾഡർ, കൈക്കുഴി. മുൻകഴുത്ത് 4.5 ഇഞ്ചാണ് വേണ്ടുന്നത്. മുൻകഴുത്ത് 4.5, പിൻകഴുത്ത് 2 ഇഞ്ച്, ഷോൾഡർ 6.5, കൈക്കുഴി 6 ഇഞ്ച്, ആം ഹോള് 6 ഇഞ്ച്. അവിടെ ഒന്ന് സ്ട്രൈറ്റായിട്ട് വരയ്ക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. വേണ്ട, ഇവിടുന്ന് ഒരു 1 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. എന്തിനാണ്? കൈക്കുഴി കുഴി വരയ്ക്കുക. ഇനി നമുക്ക് ഷോൾഡർ എടുക്കാം. ഒരു 2.5 എടുത്ത് 6 എടുത്ത് ഒരു 2.5 ഇഞ്ച് സൈഡ് കഴുത്ത് എടുക്കാം.
എന്നെടുത്ത് വെച്ചിട്ട് അളവ് ബ്ലൗസ് എടുത്ത് വെച്ച് നോക്കണം. നമുക്ക് ഇതേമാതിരി ഒരു ചതുരം വരയ്ക്കാം. ഒരു 4.5 ഒരു ചതുരം, 4.5 ഇഞ്ച്. എന്നിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് അല്ല 1/2 ഇഞ്ച് കൊടുക്കണം. കർവ് മുൻകഴുത്ത് എടുക്കുന്നത് കണ്ടോ, ഇത് പിൻകഴുത്തും മുൻകഴുത്തും കൂടെ ഒന്നിച്ച് നമുക്കങ്ങ് വെട്ടാം. ഇവിടെ പിൻകഴുത്തും മുൻകഴുത്തും കൂടെ പിൻകഴുത്ത് ഒന്നിച്ചങ്ങ് വെട്ടാം. കാരണം എന്നിട്ട് മുൻകഴുത്ത് നമുക്ക് വെട്ടാം. ഇപ്പം മനസ്സിലായല്ലോ. ഇറക്കം എടുത്ത്, വണ്ണം എടുത്ത്, ഷോൾഡർ എടുത്ത്, പിൻകഴുത്ത്, മുൻകഴുത്ത്, കൈക്കുഴി ഇനി എടുത്ത് വെട്ടേണ്ട 6 ഇഞ്ചാണ് എടുത്തത്. അതിൻ്റെ ആ 3 ഇഞ്ച് അതിൻ്റെ സെൻറ്റർ വന്നില്ലേ, അവിടെ നിന്ന് കയറ്റി ഇങ്ങോട്ട് ശകലം ഒന്ന് കുഴിച്ച് ഇങ്ങനെ ഇങ്ങനെ കുഴിച്ച് വെട്ടുമ്പോൾ നമുക്ക് കൈക്കുഴി നിന്ന് എടുത്ത് വെട്ടാം. ഇതിൻ്റെ എടുത്തിട്ടാണ് നമുക്ക് അളവ് ബ്ലൗസ് എടുത്ത് വെച്ച് നോക്കണം. കഴുത്തിൻ്റെ അതോ ചെറുതാണോ നോക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ മനസ്സിലാവും. അല്ല, ഈ കഴുത്തിൻ്റെ ഈ ഹൂക്കിൻ്റെ ഭാഗമാണ് എടുത്ത് വെച്ച് നോക്കേണ്ടത്. മറ്റേ ഹൂക്ക് സ്റ്റാൻഡ് വെക്കരുത്. ഈ ഹൂക്കിൻ്റെ ഭാഗം വെച്ച് ഇങ്ങനെ മുൻകഴുത്ത് എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കണം. കണ്ടോ, കറക്റ്റ് അളവ്. അതാ മുകളിലത്തെ തയ്യൽത്തുമ്പ് 1/2 ഇഞ്ച് പോയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ 1/4 ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് പോകുമല്ലോ. കണ്ടോ, ഇങ്ങനെയാണ് കഴുത്ത് അടയാളം ചെയ്യേണ്ടത്. നമ്മൾ 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് വെട്ടാം. പിൻകഴുത്ത് 2 ഇഞ്ച് അടയാളപ്പെടുന്നത് അടുത്തേണ്ട ആവശ്യമില്ല. അതാ ഇതേമാതിരി ഒന്നിച്ച് നമുക്ക് ഈ മുൻകഴുത്തും പിൻകഴുത്തും ഒന്നിച്ചങ്ങ് വെട്ടാം. പിന്നെ നമുക്ക് ഇനി എടുത്ത് വെട്ടണം. മുൻകഴുത്ത് ഈ ഫ്രണ്ട് പീസ് എടുത്ത് വെട്ടണം. കണ്ട, ഇനി നമുക്ക് കൈക്കുഴി വെട്ടാം. ആദ്യം 1 ഇഞ്ച് നമ്മൾ എടുത്തില്ല. ആദ്യം ഇങ്ങനെ വെട്ടിയതിന് ശേഷമേ മറ്റേ വെട്ടാം. നമുക്ക് തോള് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ബാക്ക് പീസിനെ അങ്ങ് മാറ്റിയിട്ട് ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് കുഴിച്ച് വെക്കാം. നമുക്കിവിടെ ഇനി നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാം. ഇത് പ്രായമായ ഉമ്മാമാരുടെ ബ്ലൗസാണ്. ഇത് കൈലിക്കൊക്കെ ഉടുക്കത്തില്ലേ, അവരുടെ കട്ടിങ് ഇല്ലാത്ത വീട്ടിൽ ഉടുക്കുന്ന ബ്ലൗസാണ്. ഈ നൈറ്റി ഇടാത്തവരൊക്കെ ഉണ്ടല്ലോ പ്രായമായവർ, അവരുടെയാണ്. ഇനി നമുക്ക് സ്ലീവാണ്. സ്ലീവ് വെട്ടാൻ ഇതാണ്ട ഈ എടുക്കാവും, ലെങ്ത് വൈസ് എടുക്കാം. ഇതാണ്ട ഇങ്ങനെ വെച്ചിട്ട് ഈ വക്ക് ഭാഗം മടക്കി തയ്ക്കാനുള്ള അടിഭാഗം തേക്ക് കൊടുക്കാം. കൈ വെട്ടുന്നതാണ്ട ഈ ഓപ്പണുള്ള ഭാഗം ഉണ്ടല്ലോ, തുറന്ന ഭാഗം, ആ ഭാഗത്ത് വെച്ച് ഈ ഫോൾഡ് ഭാഗം നമ്മുടെ ഇവിടെ ഒന്നും ചെയ്യരുത്. ഈ ഭാഗത്ത് വേണം. ഇത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. പിന്നെ തയ്യൽ അറിയാമാത്ത ബിഗിനേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ളതാണ് ഇത്. വേണ്ട, ഈ 4 ഇഞ്ച് എടുക്കുക. അവിടുന്ന് നമ്മൾ കൈ സ്ലീവ് വെട്ടാൻ അറിയാൻ വയ്യാത്തവർക്ക് ഒരു എളുപ്പ വഴിയാണ്. ഈ നേരെ ഇതാണ്ട് ഇവിടുന്ന് സെൻറ്റർ അങ്ങോട്ട് വരയ്ക്കുക. ഈ മുനയിൽ നിന്നും മടക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരയ്ക്കുക. അതിൻ്റെ സെൻറ്റർ എടുക്കുക. 10.5 ഉണ്ട്, അപ്പോൾ 5.25 എടുക്കുക. മുകളിലോട്ട് 1/2 ഇഞ്ച്, താഴെയോട്ട് 1/2 ഇഞ്ച്. കണ്ടോ, ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ കനം കുറച്ച് ഈ 1/2 ഇഞ്ചിലോട്ട് ഇങ്ങനെ വരണം. അതിനുശേഷം എന്താണ്ട ഇത് എടുത്ത് വെട്ടാനുള്ള എളുപ്പവഴി. ഈ ഫ്രണ്ട് മാത്രം കുഴിച്ച് വെട്ടാനുള്ള വഴിയാണിത്. കണ്ടോ, ഇത് ഫ്രണ്ട് എടുത്ത് വെട്ടാനുള്ളതും ഇത് ഒന്നിച്ച് വെട്ടാനുള്ളതും. ഈ മുനയിൽ നിന്ന് വേണം വെട്ടാൻ തുടങ്ങാൻ. നമുക്ക് ഇറക്കം ഉണ്ട്. നമുക്ക് 15 ഇറക്കം വേണ്ടുന്നത്. 16.5 എടുക്കണം. അതുപോലെ നമുക്ക് വെട്ടണം. വെച്ച് കൊടുക്കണം. നമുക്ക് 5.5 പ്ലസ് ഇറക്കം 15, 16, 9 ഇഞ്ചാണ് കൈക്കുഴി വേണ്ടുന്നത്. അവിടെ അടയാളം ചെയ്ത് അങ്ങനെ ഇങ്ങനെ അടയാളം ചെയ്യും. ഇത് തയ്ക്കാനുള്ളത്. ഇത് നമുക്ക് തയ്ക്കുമ്പോൾ വേണ്ടത്. ഇത് ഈ ഭാഗം മടക്കി തയ്ക്കാനുള്ള ഭാഗം.
ഈ ഭാഗം മടക്കി തയ്ക്കാനുള്ളത്. നമുക്ക് നോക്കണം, അതായത് കണ്ട മുകളിലോട്ട് അരയിഞ്ച് ഇട്ടിട്ട് നോക്കുമ്പോൾ കറക്റ്റ് അളവിനാണ് കിട്ടിയിരിക്കുന്നത്. കണ്ട, കറക്റ്റ് അളവിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇനി നമ്മൾ കൈക്കുഴി സ്ലീവ് എടുത്ത് വെട്ടുകയാണ്. കണ്ടോ, ആ നോച്ചിൻ്റെ പുറത്ത് നിൽക്കണം. കണ്ടോ, ഇതാണ് എടുത്ത് വെട്ടുന്നത്. നമുക്ക് മടക്കി വെക്കാം. നമുക്ക് കഴുത്ത് പടി എല്ലാം എടുക്കാം. നമുക്കിനി 2.5 ഇഞ്ചിൻ്റെ പടി, 2 വേണ്ട, നിങ്ങളെ കഴുത്ത് താഴെ വരെ നോക്കണം. ഇത്രയും ഒരു പടി എടുത്തു. അവിടം വരെ ഇത് 2 ഇഞ്ചിൻ്റെ പടി, ഇത് 1.5 ഇഞ്ചിൻ്റെ പടി. ഇതിൻ്റെ ഡാർട്ടാണ് ഇനി പിടിക്കേണ്ടത്. ഡാർട്ട് നോർമൽ ബ്ലൗസിന് ഉടുപ്പിൻ്റെ ഫ്രണ്ട് അതായത് ഇവിടുന്ന് ഇവിടെയാണ് കൊടുക്കാം. വെച്ച് മതി. ബാക്ക് പീസും ഇതേമാതിരി ഡാർട്ട് പിടിക്കാനുള്ള തുണി ഈ എടുത്താൽ ഇതിൻ്റെ വീതിക്ക് പെട്ടെന്ന് 2 ക്രോസ് പീസ് വെട്ടാം. അതും കട്ട് ചെയ്യാം. എത്ര നമ്മൾ ബ്ലൗസ് വെട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. നിങ്ങൾ